ഓ അജ്ഞാനമൂലഹരണം ജന്മകർമ്മനിവാരകം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഗുരുപാദോദകം പിബേത്. പരബ്രഹ്മജ്ഞാനിയായ ഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ശ്രീനാരായണ പരമഹംസദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് ചൈതന്യസ്വാമികൾ രചിച്ചിരിക്കുന്ന അഷ്ടോത്തര ശതനാമാവലിയിലെ 3-4 മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾക്ക് ചെറിയ രീതിയിൽ വിശകലനം ചെയ്യേണ്ടത്. മന്ത്രങ്ങൾ ഇപ്രകാരമാണ്. ഓ മനുഷ്യവിഗ്രഹായ നമഃ. ഓ സത്വഗുണോത്തമായ നമഃ. ഇതാണ് 3-4 മന്ത്രങ്ങൾ. അതിൽ 3-ാമത്തെ മന്ത്രം ഓം മനുഷ്യവിഗ്രഹായ നമഃ. മനുഷ്യവിഗ്രഹായ നമഃ. അപ്പം മനുഷ്യരൂപം പൂണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ ശരീരം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പം നമ്മൾക്കറിയാം ഗുരു ഒരു അവതാരമാണ് അല്ലേ, നമ്മളത് പറയാറുണ്ട്. അവതാരം എന്ന് പറഞ്ഞെന്നാൽ താഴേക്ക് ഇറങ്ങി വന്നത് എന്നാണ് അതിനൊരു അർത്ഥം പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾക്കറിയാം ഈ സമൂഹത്തിൽ നമ്മൾ ഭഗവത്ഗീതയിലുമൊക്കെ കാണുന്നതാണ്, ഈ സമൂഹത്തിൽ അധർമ്മങ്ങൾ, ധർമ്മത്തിൻ്റെ ഉപരിയായിട്ട് അധർമ്മങ്ങൾ കൊടികുത്തി വാഴുന്ന കാലം വരുമ്പോൾ, ഏത് കാലത്തായാലും വരുമ്പോൾ അതിൻ്റെ നാശത്തിനായിട്ട് ഇങ്ങനെ അവതാരങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, പുരാണങ്ങളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നടന്നിരുന്ന അന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അവതാരമെടുത്ത ആ സമയത്ത് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഏറ്റവും അനാചാരപരമായ അല്ലെങ്കിൽ ഏറ്റവും നമ്മൾക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു ജാതീയമായ ഒരു അവ്യവസ്ഥിതിയാണ് ഇവിടെ നടന്നിരുന്നത്. അപ്പോൾ ആ ദുഷിച്ച വ്യവസ്ഥിതിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇവിടെ അവതാരമെടുത്തതാണ് എന്നാണ് നമ്മളൊക്കെ എന്നാണല്ല, സത്യം തന്നെയാണത്. അപ്പം അങ്ങനെയുള്ള മനുഷ്യ ശരീരം പൂണ്ട് ഇവിടെ അവതാരമെടുത്ത ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് മന്ത്രം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇവിടെ അവതീർണനായ ആ സമയം മുതൽ നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിലെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ നമ്മളൊന്ന് വിലയിരുത്തി പോകേണ്ടത് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അവതാരം മനുഷ്യരാശിക്ക് എത്രമാത്രം ഗുണമായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ടുള്ളൊരു ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് ഭഗവാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളതും ഒപ്പം അത് എത്രമാത്രം വിജയിച്ചു എന്നും കൂടി നമ്മളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. അപ്പം ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരൂപത്തിൽ അവതരിച്ച ഗുരു മനുഷ്യനായി വരുമ്പോൾ പിന്നെ മനുഷ്യ ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ അവതരിച്ച ഗുരു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കണ്ട് മനസ്സ് നൊന്ത് കഴിഞ്ഞിട്ടാണ് ലോകസംഗ്രഹ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ആ മനുഷ്യ വിഗ്രഹം പൂണ്ട് ഇവിടെ വന്നിരുന്ന ഗുരുവിൻ്റെ രൂപം എന്താണെന്ന് ശ്രീമദ് ശിവലിംഗദാസ സ്വാമികൾ നമ്മൾക്ക് പറയുന്നുണ്ട്. പരബ്രഹ്മം എന്തെങ്കിലും ഒരു രൂപമില്ലാത്ത പരബ്രഹ്മം എന്തെങ്കിലും ഒരു രൂപം ധരിക്കുകയാണെങ്കിൽ അത് നാരായണ മൂർത്തിയായിരിക്കും, ശ്രീനാരായണ ഗുരുവിനെ പോലെ ഇരിക്കുമെന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനുഷ്യരൂപം ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ധരിച്ചിവിടെ അവതരിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടുന്ന സ്വാതന്ത്ര്യവും മറ്റ് കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യനായിട്ട് ഇവിടെ എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എങ്ങനെ നന്നായിട്ട് ജീവിക്കാം, അവനൊരു ആത്മീയ ബോധം ഉണ്ടാക്കി കൊടുത്ത് ഈശ്വരനെക്കുറിച്ചുള്ളൊരു ചിന്ത തന്നെ ഉണ്ടാക്കി കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. മഹാഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് മഹാകവി ആശാനും പറയുന്നുണ്ടല്ലോ,
ആയുസ്സും വപുസ്സും ആത്മതപസ്സും ധന്യമായ ആത്മതപസ്സും കൂടി ബലിയർപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഈ മനുഷ്യ നന്മയ്ക്ക്, മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ആശാൻ നമ്മൾക്കവിടെ ഓതിത്തരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ മനുഷ്യരൂപം പൂണ്ട് വന്ന് അവതരിച്ച എങ്കിലും സദാസമയം പരബ്രഹ്മലീനനായിരുന്നു. അതായത് തൻ്റെ മനസ്സൊരിക്കലും ആ ബ്രഹ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ബ്രഹ്മനിഷ്ഠയോടുകൂടി തന്നെ ജീവിച്ചു പോകുന്ന ആ ഗുരു. അതായത് നമ്മൾക്കിപ്പം ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കാൻ വിഷമമുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? മനുഷ്യരൂപം പൂണ്ട് വന്ന ഒരാളെങ്ങനെയാണ് ദൈവമാകുന്നത്, ഇങ്ങനെയുള്ളൊരു ചിന്ത ഒരുപാട് ഗുരുഭക്തരുടെ ഇടയിലുണ്ട്. പക്ഷെ നമ്മൾ ഗുരുവിനെ പഠിച്ചു വരുമ്പോൾ അത് നമ്മൾക്ക് നന്നായിട്ട് മനസ്സിലാകും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സാക്ഷാൽ പരബ്രഹ്മമൂർത്തി തന്നെയായിരുന്നു എന്ന്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് ഗുരുവിനെ പ്രകീർത്തിക്കാവുന്നത് ഇങ്ങനെയാണ്: ഓം മനുഷ്യ വിഗ്രഹായ നമഃ എന്നാണ്. അപ്പോൾ 4ാമത്തെ മന്ത്രം പറയുന്നത് ഓം സത്വഗുണോത്തമായ നമഃ. സത്വഗുണോത്തമായ നമഃ. സത്വഗുണം കൊണ്ട് ഉത്കൃഷ്ടനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. സത്വഗുണം ഇപ്പം നമ്മൾ ത്രിഗുണങ്ങൾ ഉള്ളതായിട്ട് നമ്മൾക്കറിയാമല്ലോ, അല്ലേ? എല്ലാത്തിലും നമ്മൾ മനുഷ്യരിലും എല്ലാത്തിലുമുണ്ട് ഗുണങ്ങളുണ്ട്, ത്രിഗുണങ്ങൾ. അത് സത്വം, രജസ്, തമസ് എന്ന് 3 ഗുണങ്ങളാണ്. അപ്പം സത്വം എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയിൽ 17ാം അധ്യായമാണെന്ന് തോന്നുന്നത് വളരെ നന്നായിട്ട് വിവരിച്ച് തരുന്നുണ്ട് ഈ ത്രിഗുണങ്ങളെ പറ്റി. അപ്പോൾ ഓരോ അവരുടെ സ്വഭാവവും അവരുടെ മറ്റ് ജീവിത രീതികളും ഒക്കെ നന്നായിട്ട് അവിടെ വിവരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കിവിടെ അത്രയും വിവരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സത്വം എന്ന് പറഞ്ഞെന്നാൽ ശരിക്കും നൈർമല്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ, നൈർമല്യത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ എന്നൊക്കെ നമ്മൾക്ക് പറയാം. അങ്ങനെയുള്ളതാണ് സത്വഗുണമെന്ന് പറയുന്നത്. ഇപ്പം രജസ് എന്ന് പറയുമ്പോൾ അത് കർമ്മത്തിൻ്റേതാണ്. കർമ്മോത്സുകരായിരിക്കുന്നവരാണ് രജസ് സ്വഭാവമുള്ളവർ. തമസ് എന്ന് പറയുമ്പോൾ അത് മടിയന്മാരും ആലസ്യമുള്ളവരും അജ്ഞാനികളുമൊക്കെ ആണ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രകൃതിയുണ്ട് നമ്മളിൽ ഉള്ളടങ്ങിയിരിക്കുന്നത്, അല്ലേ? നേച്ചറല്ല, ഒരു പ്രകൃതിയുണ്ട്. അപ്പോൾ ആ പ്രകൃതിയും ഈ ഗുണങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് അന്തർഭവിച്ച് ആണിരിക്കുന്നത്. അതോട് കൂടിയിട്ടാണ് ഈ ഗുണങ്ങളിരിക്കുന്നത്. അതായത് പ്രകൃതി ത്രിഗുണാത്മികയാണ് എന്ന് പറയാം. അപ്പം ഈ ഓരോ ജീവാത്മാവും നമ്മൾ ഓരോരുത്തർക്കും ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മളിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. 3 ഗുണങ്ങളിലും ചിലരിൽ സത്വഗുണങ്ങൾ കാണാം, ചിലരിൽ രജോ ഗുണങ്ങൾ കാണാം, ചിലരിൽ തമോ ഗുണങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം. അതനുസരിച്ച് അവരുടെ സ്വഭാവത്തിനും ആഹാര രീതിക്കും എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ഏത് ഗുണമാണോ നമ്മളിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് അതനുസരിച്ച് സത്വഗുണം ഉള്ളവൻ, രജോ ഗുണമുള്ളവൻ, തമോ ഗുണമുള്ളവൻ എന്നൊക്കെ വേർതിരിച്ച് പറയുവാനും സാധിക്കും. അപ്പോൾ സത്യത്തിൽ ഇവിടെ ഗുരുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സത്വഗുണം സത്വഗുണോത്തമൻ എന്നാണ്. അപ്പോൾ സത്വഗുണമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ കൂടുതലായിട്ടും ആധ്യാത്മികതയിലേക്ക് അടുത്ത് ജീവിക്കുന്നവരാണ്. അതായത് ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനോട് ചേർന്ന് ജീവിക്കണമെന്ന് താല്പര്യമുള്ളവരാണ്. ഒപ്പം അവർ നിരുപദ്രവകാരികളായിരിക്കും. അനാവശ്യമായിട്ട് ഒന്നിനെ ഉപദ്രവിക്കണമെന്നോ ഒരു പ്രകൃതി അങ്ങനെ ഉണ്ടാകില്ല അവർക്ക്. അപ്പോൾ അത് അതാണ് നമ്മൾ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കണം. നമ്മൾ ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഗുരു നമ്മൾക്ക് ഓതി തന്നിരിക്കുന്ന ഓരോ തിരുവാക്കുകളും നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും പറഞ്ഞല്ലോ അതെല്ലാം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഒപ്പം ഗുരു നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ശ്രീനാരായണ ധർമ്മത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഗുരു ഓതി തന്നിരിക്കുന്ന പഞ്ചശുദ്ധികളും പഞ്ചകർമ്മങ്ങളും പഞ്ചയജ്ഞങ്ങളുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലെല്ലാം എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഒരു ഉപദ്രവം, അതായത് അതെല്ലാം നന്മയെ മാത്രം കുറിക്കുന്നതാണ്. ഒരു ഉപദ്രവവും
ഒരു മനുഷ്യനും ഏൽപ്പിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നാണ് അതിൽ കൂടിയൊക്കെ ഗുരു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇപ്പം നമ്മൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ജീവിതം അതായത് ജീവചരിതത്തിൽ കൂടി അല്ലെങ്കിൽ കർമ്മ പദ്ധതികളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഗുരു നമ്മൾക്ക് ഓതിത്തന്നത് എന്താണോ അത് മാത്രം അനുസരിച്ച്, അതായത് അത് അതേപടി അനുസരിച്ച് മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് ജീവിച്ചു വന്നതാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നിനും ഉപദ്രവിക്കുക, അതായത് ഹിംസ പാടില്ല, അഹിംസയാണ് ഉത്തമമെന്ന് ഉപദേശിച്ച് തന്നപ്പോൾ ഒരു വീണ്ടും നമ്മൾ പറഞ്ഞു തന്നു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആ സത്വഗുണത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും അടങ്ങിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ജ്ഞാനം എടുത്തു നോക്കുകയാണെങ്കിൽ ആത്മീയ ജ്ഞാനത്തിൻ്റെ ഉറവിടമല്ലായിരുന്നു ഗുരു. പരമഹംസനാണ്, അല്ല പരമജ്ഞാനിയാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന എല്ലാ ജ്ഞാനവും എല്ലാം അറിയാവുന്ന ഗുരുവിനെ അറിയാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗുരു എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ്, എപ്പോഴും അവിടെ സത്വഗുണമാണ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ത്രിഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സത്വഗുണത്തിന് ഉടമയായിരുന്നു ഗുരു എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. മറ്റ് 2 ഗുണങ്ങളും ഗുരുവിലും ഉണ്ടായിരുന്നു, ഇല്ലാഞ്ഞിട്ടല്ല പറയുന്നത്. പക്ഷേ ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്നത് ഈ സത്വഗുണമാണ്. നമ്മളിലുമൊക്കെ ഓരോന്നും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കില്ലല്ലോ ഒരിക്കലും. മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഗുരുവിൻ്റെ ആ ചരിതം നമ്മൾ ശ്രദ്ധിച്ച് പോകുമ്പോഴാണ് നമ്മൾക്കത് പിടികിട്ടുന്നത്. നമ്മളിപ്പം മന്ത്രം ഉച്ചരിക്കുമ്പോൾ സത്വഗുണോത്തമായ എന്ന് ഉച്ചരിച്ച് അങ്ങോട്ട് പോകും. പക്ഷേ അതെന്താണെന്ന് ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് നല്ല ഉറപ്പാണ്. അപ്പോൾ ഈ ത്രിഗുണങ്ങളുണ്ടെന്നും അതെല്ലാം എല്ലാവരിലും ഉണ്ടെന്നും അത് മുന്നിട്ട് നിൽക്കുന്നത് ആരിലാണോ അവരെ അതിൻ്റെ പേരോടുകൂടി അറിയും. ഇങ്ങനെയൊക്കെ നമ്മളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സാത്വിക ഗുണത്തിൻ്റെ ഉടമയായിരുന്നു എന്നുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായ സാത്വിക ഗുണത്തിൻ്റെ ഉടമയായിരുന്നു ഗുരു എന്ന് നമ്മൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ശ്രീമദ് ചൈതന്യസ്വാമികൾ ആ മന്ത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്, ഓം സത്വഗുണോത്തമായ നമഃ. സത്വഗുണം കൊണ്ട് ഉത്കൃഷ്ടനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഇത്രയുമാണ് ഒരു ചെറിയ വിവരണം ഇതിന് പറയാവുന്നത്. എൻ്റെ എളിയ വാക്കുകൾ മഹാഗുരുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ.